ഇത് കേസുമായിട്ട് ബന്ധപ്പെട്ട തുടർന്ന് ഈ കേസ് മുന്നോട്ട് എങ്ങനെയായാലും കൊണ്ടുപോവുക തന്നെ ചെയ്യും. ഒരു കോംപ്രമൈസിനും തയ്യാറല്ല, ഞാൻ തയ്യാറല്ല. ഞാൻ ഓടുന്ന വണ്ടി, ഈ ഓരോ വണ്ടിയിൽ പോയാലും മുതലാളിമാർ ഇവർ പാർട്ടിക്കാരോ അല്ലെ MVD ഒക്കെ വന്ന് വിലക്കുകയൊക്കെ ചെയ്യും. ഞാൻ ഫൈറ്റ് ചെയ്യുന്നത് എനിക്ക് മാത്രം വേണ്ടിയല്ല, എല്ലാ പാവങ്ങൾക്കും കൂടി വേണ്ടിയിട്ടാണ് ഈ ഫൈറ്റിങ് നടത്തുന്നത്. എന്തെന്ന് വെച്ചാൽ നമ്മുടെ ഭാഗത്ത് തെറ്റില്ലെങ്കിൽ ഏത് വലിയവനായാലും നമുക്ക് ഫൈറ്റ് ചെയ്യാം. അവർ മേയറാണെന്ന് അവർക്കറിയാം, പക്ഷേ എനിക്കറിഞ്ഞൂടാ. ഈ ബസ് ഓടിക്കുന്ന എനിക്കെങ്ങനെ അറിയാം അവർ മേയറാണ്? ഒന്നീ ഒഫീഷ്യൽ വണ്ടി ബീക്കൺ ലൈറ്റ് ഒക്കെ വെച്ച് വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം ഒഫീഷ്യൽ വണ്ടി മേയറാന്ന് എഴുതിയിരിക്കണ കാണുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് ഡ്രൈവർമാർക്കെല്ലാം അറിയാം. പോലീസ് എന്തായാലും നീതിപൂർവ്വം ഇത്രയും കാലം, ഈ 1.25 വർഷമായി ഈ കേസ് തുടങ്ങിയിട്ട്, 1.25 വർഷക്കാലം, ഇത്രയും കാലം കൊണ്ട് നോക്കിയിട്ടും പോലീസുകാർക്ക് തെളിവ് കിട്ടിയിട്ടില്ല. എങ്ങനെയാണ് തിരുവനന്തപുരം കോർപ്പറേഷനിൽ CPM-ന്റെ തോൽവിയെ നോക്കിക്കാണുന്നത്? കോർപ്പറേഷനില് CPM-ന്റെ എന്ന് പറയുന്നത് മേയർ ആര്യ രാജേന്ദ്രൻ കോർപ്പറേഷനിൽ ഇരുന്ന സമയത്ത് ഉള്ളതിൻ്റെ പോരായ്മ കൊണ്ടാണ് ഓരോ സംഭവങ്ങളും നടന്നതും. ഇപ്പോൾ ഇലക്ഷന് കോർപ്പറേഷൻ ഇലക്ഷനിൽ സംഭവിച്ചത് അതാണ്. ഇവരെ ഈ ധാർഷ്ട്യവും പാവങ്ങളുടെ അടുത്ത് ഒരു ദാക്ഷിണ്യം ഇല്ലാത്ത പെരുമാറ്റവും, അത് ഒരു കരുണയില്ലാത്ത ഒരു സ്വഭാവവും. ഉദാഹരണത്തിന് ഞാനുണ്ട്, ഒരു സെക്യൂരിറ്റി ചേട്ടനുണ്ട്, പാസ്പോർട്ട് ഓഫീസിൽ ഒരു സെക്യൂരിറ്റി ജോലിക്കാരൻ്റെ ജോലിയും ഇതേപോലെ ഇദ്ദേഹം കളഞ്ഞു. യദുവുമായുള്ള പ്രശ്നമാണോ തിരുവനന്തപുരം കോർപ്പറേഷനിൽ CPM-ന്റെ പരാജയത്തിന് കാരണമായി എന്ന് കണക്കാക്കുന്നത്? യദുവുമായിട്ടുള്ള പ്രശ്നം മാത്രമല്ല, മേയറിന്റെ പൊതുവായിട്ടുള്ള ഈ ഒരു ആറ്റിറ്റ്യൂഡ് കാരണമാണ് പ്രശ്നം. ഇതെല്ലാത്തിനും പ്രശ്നം ഈ ആറ്റിറ്റ്യൂഡും, ഈ ഇത് പാവപ്പെട്ടവൻ്റെ അടുത്ത് ഒരു കരുണ ഇല്ലാത്ത ഒരു സ്വഭാവവും കാര്യങ്ങളും. അതാണ് മെയിനായിട്ട് ഹൈലൈറ്റ്. അതാണ്. ഇനി എങ്ങനെയാണ് കേസുമായി മുന്നോട്ട് പോവുക? ഇനി കേസുമായിട്ട് മുന്നോട്ട് പോവുക എന്ന് വെച്ചാൽ പ്രൈവറ്റ് കംപ്ലൈന്റ് കൊടുത്തേക്കാണ്. 5 പേരെന്നുള്ളത് 6 പേരെ പ്രതിയാക്കിക്കൊണ്ട് പ്രൈവറ്റ് കംപ്ലൈന്റ് കൊടുത്തേക്കാണ്. ആര്യ രാജേന്ദ്രൻ ഇനി മേയറല്ല, അതുകൊണ്ട് തന്നെ ഔദ്യോഗിക പദവിയുടെ യാതൊരു പരിഗണനയും അവർക്ക് ലഭിക്കുകയുമില്ല. ഈ അവസരത്തിൽ കേസ് കടുപ്പിക്കാനാണോ ഉദ്ദേശിക്കുന്നത്? ഔദ്യോഗിക പദവി ഇല്ലെങ്കിൽ പോലും പാർട്ടി ഇരിക്കുന്നിടത്തോളം കാലം ഇവരെ പൊതിഞ്ഞു പിടിക്കുകയും, അത് നല്ല രീതിയിൽ ഇപ്പോൾ ഇത്രയും കാലം അവർ മേയറായിരുന്നുകൊണ്ട് പൊതിഞ്ഞു പിടിച്ച പോലെ തന്നെയാണ് മുന്നോട്ട് കൊണ്ടുപോകും. കേസിന്റെ അവസ്ഥ എങ്ങനെയാണ്? കേസിന്റെ അവസ്ഥ എന്ന് വെച്ചാൽ 1 മുതൽ 5 വരെയുള്ള പ്രതികളുണ്ട്. അതിൽ 3ാമത്തെ പ്രതി സഹോദരൻ അരവിന്ദിന്റെ പേരിൽ ചെറിയൊരു സീബ്ര ക്രോസിംഗ് വണ്ടി കൊണ്ടുവിട്ടു എന്നുള്ള ഒരു പെനാൽറ്റി, ചെറിയ പെറ്റി കേസ് മാത്രം ആഡ് ചെയ്താണ് കുറ്റപത്രം സമർപ്പിച്ചത്. നിർണായകമായ മെമ്മറി കാർഡ് കണ്ടെത്തുവാനുള്ള കേസ് ഏതുവരെയാണ്? അത് അന്വേഷണ ഉദ്യോഗസ്ഥന്മാരൊക്കെ അറിയുള്ളൂ. ഞാൻ അന്വേഷിക്കണമെന്ന് പറഞ്ഞിട്ടേ ഉള്ളൂ. അവരന്വേഷിച്ചാലല്ലേ പറ്റുള്ളൂ. അന്വേഷണ വിഭാഗം കോടതിക്കില്ല. പോലീസ് അന്വേഷിച്ച് റിപ്പോർട്ട് കൊടുക്കുമ്പോൾ പോലീസ് എന്തായാലും നീതിപൂർവ്വം ഇത്രയും കാലം, ഈ 1.25 വർഷമായി ഈ കേസ് തുടങ്ങിയിട്ട്, 1.25 വർഷക്കാലം, ഇത്രയും കാലം കൊണ്ട് നോക്കിയിട്ടും പോലീസുകാർക്ക് തെളിവ് കിട്ടിയിട്ടില്ല. ആംഗ്യം കാണിച്ചതിന് തെളിവുണ്ടെങ്കിൽ എന്നേ ചാനലിലും വാർത്തയിലും എല്ലാം വന്നേനെ. ഇവിടെ ഇന്ന് കോർപ്പറേഷൻ പട്ടം തൊട്ട് പ്ലാമൂട് വരെ കോർപ്പറേഷന്റെ പരിധിയിലുള്ളതാണ്. അതായത് സ്മാർട്ട് സിറ്റി ഇത്രയും ക്യാമറ ഇരിപ്പുണ്ട്. ഏതെങ്കിലും ഒരു ക്യാമറയിൽ ഞാൻ മോശമായിട്ട് വണ്ടി ഓടിക്കുന്നതോ അല്ലെങ്കിൽ റാഷ് ഡ്രൈവിങ്ങോ അല്ലെങ്കിൽ ആംഗ്യം കാണിച്ചെന്നല്ലേ പറയുന്നത്. അപ്പോൾ ആംഗ്യം കാണിച്ചത് എന്തായാലും ഇത്രയും ക്യാമറയ്ക്ക് ഇടയിൽ ഏതെങ്കിലും ക്യാമറയിൽ കിട്ടാതിരിക്കില്ലല്ലോ. അങ്ങനെ ഉണ്ടെങ്കിൽ അവർ കൊണ്ടുവരാത്തത് ഇത്രയും കാലം 1.5 വർഷക്കാലം വേണോ ഒരു ആംഗ്യം? അല്ലെങ്കിൽ ഇനി AI വഴി ആംഗ്യം കാണിക്കുന്നത് അത് ഡെവലപ്പ് ചെയ്ത് വരാൻ വേണ്ടിയിട്ടുള്ള കാലതാമസമാണോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. കേസിൽ നിർണായകമായിരുന്നു മെമ്മറി കാർഡ്, പക്ഷെ മെമ്മറി കാർഡ് പിന്നീട് ലഭിച്ചില്ല. അതെങ്ങനെ നോക്കിക്കാണും? മെമ്മറി കാർഡ് ലഭിച്ചില്ല എന്ന് പറഞ്ഞാൽ അത് ആദ്യം തൊട്ടേ വണ്ടിയിൽ എന്നെ 10:30 സ്റ്റേഷനിൽ കൊണ്ടുപോയി, മെഡിക്കൽ എടുത്ത് സ്റ്റേഷനിൽ കൊണ്ടുപോയി. അതിനുശേഷം വണ്ടിക്കകത്തുണ്ടായിരുന്ന കണ്ടക്ടറാണ്. വണ്ടി ഡിപ്പോയിൽ പോകുന്നവരെയും കണ്ടക്ടർ വണ്ടിക്കകത്തുണ്ടായിരുന്നു. അപ്പം അതിന് എനിക്ക് കണ്ടക്ടറിനെ നല്ല രീതിയിൽ സംശയമുണ്ട്. അത് കഴിഞ്ഞ് അന്നേ ദിവസം ഈ വണ്ടിയെ സർവീസിന് വിടാൻ പാടില്ല. അത് തെളിവുള്ള സംഭവം. സർവീസിന് വിട്ടത് തന്നെ KSRTCയുടെ സൈഡിൽ നിന്നുള്ള പാകപ്പിഴയാണ്. പാകപ്പിഴയല്ല, മനഃപൂർവ്വമായിട്ട് അവർ ചെയ്തതായിരിക്കും. മേയറെ രക്ഷിക്കാൻ കരുതി അവിടെ നിന്ന് സർവീസ് വിട്ട് മെമ്മറി കാർഡ് തൃശ്ശൂർ തൊട്ട് വണ്ടി വിട്ട് മെമ്മറി കാർഡ് അവിടെ വെച്ച് ഊരാനാണ് സാധ്യത.
അങ്ങനെ 3 ദിവസം വണ്ടി തൃശ്ശൂർ പോയി വന്നതിന് ശേഷമാണ് മെമ്മറി കാർഡ് തമ്പാനൂർ പോലീസുകാർ വന്ന് അന്വേഷിക്കുന്നതും വാർത്തയാവുന്നതും. മെമ്മറി കാർഡിൽ സ്ലോട്ടിൽ മെമ്മറി കാർഡ് ഇല്ല എന്നും സ്ലോട്ടുണ്ട്, മെമ്മറി കാർഡ് ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണെന്ന് വരെ റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ മെമ്മറി കാർഡ് ഇല്ല. മെമ്മറി കാർഡ് കണ്ടക്ടർ എടുത്ത് മാറ്റിയതായിരിക്കും. അങ്ങനെ കണ്ടക്ടർ എടുത്ത് മാറ്റിയതാണോ അല്ലേ എന്നൊക്കെ പോലീസാണ് അന്വേഷിക്കേണ്ടത്. അത് നമുക്ക് എനിക്ക് അന്വേഷണ ജോലിയില്ല, അത് ചെയ്യേണ്ട പോലീസുകാരാണ്, ചെയ്യുന്നുമില്ല. പിന്നെ ഇത് ഡിപ്പാർട്ട്മെൻറ്റുകാരും ഊരി മാറ്റാം, കണ്ടക്ടർ തന്നെ ഊരി മാറ്റണമെന്നത്. യൂണിയനിൽ പെട്ട എത്ര ആൾക്കാർ വർക്ക്ഷോപ്പിലുണ്ട്, വണ്ടിയുടെ വർക്ക്ഷോപ്പിലെ നമ്മുടെ ആദ്യം വണ്ടി സർവീസിന് വിടുന്ന മുമ്പ് വണ്ടി നല്ല കണ്ടീഷനാണോ, അതിലുള്ള സാധനങ്ങളെല്ലാം കണക്റ്റിംഗ് ഉണ്ടോ എന്നൊക്കെ നോക്കുന്ന അടുത്ത വർക്ക്ഷോപ്പിൽ CIT ഉള്ള ആൾക്കാരായിരിക്കും ഊരി മാറ്റിയത്. യദുവിനെതിരെ ആര്യ രംഗത്ത് വരാനുണ്ടായ കാരണം എന്തായിരുന്നു എന്നാണ് യദു ഇപ്പോഴും കരുതുന്നത്? ആര്യ മേയർ എന്ന അധികാരത്തിന്റെ ഹുങ്ക് കാണിച്ചതാണോ, അതോ യദു ഒരു സാധാരണക്കാരനായതുകൊണ്ടാണോ? ഞാന് ഇപ്പോൾ സാധാരണക്കാരനായത് കൊണ്ടും ആയിരിക്കും സൂപ്പർ ഫാസ്റ്റ് ഓടി വരുന്നവൻ ഇവിടത്തുകാരനല്ല എന്ന് വിചാരിച്ചുമായിരിക്കും ചൊറിഞ്ഞത്. പിന്നെ എന്നെക്കുറിച്ച് ഡീറ്റെയിൽ ഒക്കെ തിരക്കിയപ്പോൾ നിയമത്തുള്ളതെന്നും ഇങ്ങനെ ഓരോ ഡീറ്റെയിൽ ആയിട്ട് ഓരോ പാർട്ടിയിൽ നിന്നും ആളുകളുണ്ടല്ലോ, ഉള്ള കാര്യം പറയാനും ഇല്ലാത്ത കാര്യം പറയാനും. അപ്പോൾ അത് കേട്ടിട്ടാണ് മേയർ ഓരോന്നും പറയുന്നത്, അന്നത്തെ മേയർ ഇപ്പോഴത്തെ ആര്യ. അപ്പോൾ അതായിരിക്കും എന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. നേരത്തെ മുൻകാല പരിചയമില്ല, മുൻകാലത്തിൽ നമുക്ക് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വൈരാഗ്യവുമില്ല. പക്ഷെ അവരങ്ങനെ കാണിച്ചതെന്ന് വെച്ചാൽ അവർ മേയറാണെന്ന് അവർക്കറിയാം. പക്ഷേ എനിക്കറിഞ്ഞൂടാ, ഈ ബസ് ഓടിക്കുന്ന എനിക്കെങ്ങനെ അറിയാം അവർ മേയറാണ്? ഒന്നീ ഒഫീഷ്യൽ വണ്ടി ബീക്കൺ ലൈറ്റൊക്കെ വെച്ച് വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം ഒഫീഷ്യൽ വണ്ടി മേയറെന്ന് എഴുതിക്കണമെന്ന് നമുക്ക് സ്വാഭാവികമായിട്ട് ഡ്രൈവർമാർക്കെല്ലാം അറിയാം. പക്ഷേ ഇതൊന്നും ഇല്ലാത്ത സാധാ ഒരു കൊമേഴ്ഷ്യൽ നമ്മുടെ സാധാ വീട്ടിൽ ഉപയോഗിക്കുന്ന ഒരു കാർ, വാഗണർ കാറാണ്. അപ്പോൾ അതിൽ മേയറാണെന്നൊക്കെ പറഞ്ഞ് വെള്ളം അടിച്ച് മദ്യപിച്ച് വന്നിട്ട് മേയറാണെന്ന് പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കും? ഡ്രൈവർമാർ ഒരുപാട് മദ്യപാനികളും ഒരുപാട് മദ്യപാനികൾ എന്ന് പറയുമ്പോൾ നീ നല്ല പിള്ളയമായിട്ട് എന്നൊക്കെ പറഞ്ഞ് കമൻ്റൊക്കെ വരും. അതല്ല, ഒരുപാട് മദ്യപാനികളൊക്കെ ഇതേപോലെ വണ്ടി കൊണ്ട് ക്രോസിനിട്ട് ഞാൻ ദൈവമാണെന്നും പട്ടാളക്കാരനാണെന്നും പോലീസാണെന്നും പറയുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അതിലൊരാളെന്ന് വിചാരിച്ചാണ് അന്ന് ഞാൻ അത്രയും മാത്രം ഷൗട്ട് ചെയ്തതും. അതുമല്ലാതെ എൻ്റെ ഭാഗത്ത് തെറ്റില്ലാത്തതുകൊണ്ടുമാണ് ഞാൻ അത്രയും മാത്രം സംസാരിച്ചത്. ആര്യയുമായുള്ള കേസ് വന്ന സമയം മുതൽ സമൂഹത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്ന് യദുവിന് നിർലോഭമായ പിന്തുണ കിട്ടുന്നുണ്ടായിരുന്നു, അതുപോലെ സമ്മർദ്ദവും. ഇപ്പോൾ തിരഞ്ഞെടുപ്പ് ഫലം വന്നതിന് ശേഷം അത്തരത്തിൽ എന്തെങ്കിലും സംഭവങ്ങൾ ഉണ്ടാകാറുണ്ടോ? തിരഞ്ഞെടുപ്പ് എനിക്ക് അങ്ങനെ ഒരു അനുഭവം കിട്ടിയിട്ടില്ല ഇതുവരെയ്ക്കും. അങ്ങനെയൊന്നും ഒരു അനുഭവം കിട്ടിയിട്ടില്ല. പിന്തുണയ്ക്കുന്നവരോട് എന്താണ് പറയാനുള്ളത്? പിന്തുണയ്ക്കുന്നവർ ഇനിയും പിന്തുണയ്ക്കുന്നതേ പറയുള്ളൂ. അനുഭവിക്കുന്ന ഞാനാണ്, പിന്തുണയ്ക്കുന്നവർക്ക് പിന്തുണയ്ക്കാം. നാളെ ഒരു കാലത്ത് അവർക്കും വരുമെന്നുള്ളത്. എന്നാലും ഞാൻ ഫൈറ്റ് ചെയ്യുന്നത് എനിക്ക് മാത്രം വേണ്ടിയല്ല, എല്ലാ പാവങ്ങൾക്കും കൂടി വേണ്ടിയിട്ടാണ് ഈ ഫൈറ്റിങ് നടത്തുന്നത്. എന്തെന്ന് വെച്ചാൽ നമ്മുടെ ഭാഗത്ത് തെറ്റില്ലെങ്കിൽ ഏത് വലിയവനായാലും നമുക്ക് ഫൈറ്റ് ചെയ്യാം, കോടതിയിൽ പോയാലും വിധി നേടാമെന്നുള്ളത്. എല്ലാവരും ഈ കേസും പുക്കാറുമായിട്ട് നടക്കാൻ വയ്യാത്തതുകൊണ്ട് എല്ലാവരും മിക്ക ആൾക്കാരും ഒതുങ്ങി മിണ്ടാതെ പോവുകയാണ് ചെയ്തത്. നമ്മളെ ഓരോ വോട്ടിൽ നിന്നാണ് ഇവർ ജയിച്ചു വരുന്നതെന്നുള്ള ജനങ്ങൾക്ക് ബോധ്യം ഉണ്ടെങ്കിൽ നമ്മൾ ചോദിക്കാനുള്ളത് ആരെടുത്തായാലും ചോദിക്കാം, നമ്മുടെ ഭാഗത്ത് തെറ്റില്ലെങ്കിൽ. ഇപ്പോൾ അവസ്ഥകൾ വളരെ കുഴപ്പം തന്നെയാണ്. ഞാൻ ഓടുന്ന വണ്ടി, ഓരോ വണ്ടിയിൽ പോയാലും മുതലാളിമാര് ഇവര് പാർട്ടിക്കാരോ അല്ലെ MVD ഒക്കെ വന്ന് വിലക്കുകയൊക്കെ ചെയ്യും. എന്ന് വെച്ചാൽ ഇനി അവനെ വണ്ടി കൊടുത്തു കഴിഞ്ഞാൽ വണ്ടി പിടിക്കും എന്നുള്ള രീതിയിലൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. പോലീസുകാരായാലും ട്രാഫിക്കുകാരായാലും അല്ലാത്ത ആൾക്കാരായാലും ഈ ഡിപ്പാർട്ട്മെന്റിലുള്ള ആൾക്കാരൊക്കെ എന്നെ ടാർഗറ്റ് ചെയ്യും പോലെയാണ്. അതുകൊണ്ട് എനിക്കിപ്പോൾ സ്ഥിരമായിട്ട് ഒരു ജോലിയില്ല. കേസ് തുടങ്ങിയ കാലം മുതൽ യദുവിന്റെ വക്കീൽ വളരെയധികം ഈ കേസ് മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിച്ചിരുന്നു. അദ്ദേഹത്തെ പറ്റി എന്താണ് പറയുന്നത്? അദ്ദേഹത്തിനെ പറ്റി പറയാനേ ഉള്ളൂ. എന്ന് വെച്ചാൽ അദ്ദേഹത്തിന്റെ ഒരു സപ്പോർട്ട് ഉള്ളതുകൊണ്ടാണ് കേസ് മുന്നോട്ട് കൊണ്ടുപോയി. എനിക്ക് അതിനുള്ള സഹായങ്ങളൊക്കെ ചെയ്യുന്ന നമ്മുടെ അശോക് P. നായർ സാറാണ്. സാറ് നേരത്തെ 1 ലക്ഷം രൂപ ബോണ്ട്, 1 ലക്ഷം രൂപ ഇതിന് നമുക്ക് നഷ്ടപരിഹാരം എന്ന് പറഞ്ഞ് ചോദിച്ച്, കേസ് നടത്താനുള്ള നഷ്ടപരിഹാരം എന്ന് പറഞ്ഞ് ചോദിച്ച് സർക്കാരിൻ്റെ അടുത്ത് ചോദിച്ചതും അതിൻ്റെ 10,000 രൂപ ബോണ്ട് കെട്ടിവെച്ചതും സാറാണ്. അപ്പോൾ എൻ്റെ കയ്യിൽ പൈസ ഇല്ലാത്തതുകൊണ്ട് സാറാണ് ചെയ്യുന്നത്. അപ്പം അത്രയും മാത്രം സപ്പോർട്ട് ചെയ്യുന്ന വക്കീലാണ് നമുക്കുള്ളത്. ഇത് കേസുമായിട്ട് ബന്ധപ്പെട്ട് തുടർന്ന് ഈ കേസ് മുന്നോട്ട് എങ്ങനെയായാലും കൊണ്ടുപോവുക തന്നെ ചെയ്യും. ഒരു കോംപ്രമൈസിനും തയ്യാറല്ല, ഞാൻ തയ്യാറല്ല. വക്കീലിൻ്റെ അടുത്ത് ബാക്കി കേസിൻ്റെ ഡീറ്റെയിലൊക്കെ എനിക്കറിയത്തില്ല. നമ്മുടെ വക്കീൽ തന്നെ അതിൻ്റെ ബാക്കിയുള്ള
നിയമപരമായിട്ടുള്ള വശങ്ങളൊക്കെ അറിയാവുള്ളൂ. ഈ കേസ് എന്തായാലും എനിക്ക് ഈ കേസിന് നീതി കിട്ടണം. നീതിയായിട്ട് തന്നെ പോകണമെന്നാണ് ആഗ്രഹം. എൻ്റെ ഭാഗത്ത് തെറ്റില്ല എന്നുള്ള 101% എനിക്ക് ഉറപ്പുണ്ട്.